ഗുണഭോക്താക്കളുടെ ഫേസ് റീക്യാപ്ചർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് FRSന്റെ സമയത്ത് ഓരോ ഗുണഭോക്താവിൻ്റെയും ഫോട്ടോ എടുത്ത് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫോട്ടോ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലും അതുപോലെ തന്നെ THRന്റെ ഫോമിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ഫോട്ടോയിൽ ഏതെങ്കിലും തരത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ THR വിതരണം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഫേസ് വെരിഫൈ ചെയ്യാൻ സാധിക്കാതെ വരികയും ഫേസ് മിസ്മാച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിലും THR ഫോമിലും കാണുന്ന FRSന്റെ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ബ്ലർ ആണ് എങ്കിലോ അതല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള രീതിയിലാണെങ്കിലോ അതല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ കണ്ണ് പാതി അടഞ്ഞ രീതിയിലോ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അടഞ്ഞ രീതിയിലൊക്കെ ആണെങ്കിലും കൂടാതെ FRS ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവിൻ്റെ ഫേസ് ആണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഗുണഭോക്താവിൻ്റെ ഫുൾ സൈസ് ഫോട്ടോയോ അല്ലെങ്കിൽ ഹാഫ് സൈസ് ഫോട്ടോയൊക്കെയാണ് എടുത്തിട്ടുള്ളതെങ്കിലും കൂടാതെ ഒന്നിൽ കൂടുതൽ മുഖങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൃത്യമല്ല എങ്കിലൊക്കെ പിന്നീട് നമ്മൾ ഗുണഭോക്താവിൻ്റെ THR രേഖപ്പെടുത്താനായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഫേസ് വെരിഫൈ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ഇത്തരത്തിൽ അപാകതകളുള്ള ഫോട്ടോ റീക്യാപ്ചർ ചെയ്ത് എങ്ങനെയാണ് പുതിയ ഫോട്ടോ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്ററുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഏത് വ്യക്തിയുടെ രജിസ്റ്റർ ആണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഒരു ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൽ തൊടുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. പ്രൊഫൈലിൽ ഇവിടെ താഴെയായിട്ട് ഫേസ് വെരിഫൈഡ് എന്നതിൻ്റെ വലതുവശത്തായിട്ട് നീല നിറത്തിൽ റീക്യാപ്ചർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ റീക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഒരു മാസം പരമാവധി നമുക്ക് 2 തവണ മാത്രമേ റീക്യാപ്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു തവണ നമ്മൾ ഫോട്ടോ റീക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഫോട്ടോ റീക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ റീക്യാപ്ചർ എന്ന ഈ ഒരു ബട്ടൺ നീല നിറത്തിന് പകരം ഇതേ രീതിയിൽ ആഷ് കളറിലായിട്ട് നിറം മങ്ങിയാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗുണഭോക്താവിൻ്റെ ഫേസ് റീക്യാപ്ചർ ചെയ്തതിനു ശേഷം 15 ദിവസം പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ റീക്യാപ്ചർ ബട്ടൺ നിറം മങ്ങിയാണ് കാണുന്നത് എങ്കിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ ഫേസ് റീക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയില്ല. മുമ്പ് നമ്മൾ റീക്യാപ്ചർ ചെയ്തതിനു ശേഷം 15 ദിവസം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഗുണഭോക്താവിൻ്റെ ഫേസ് റീക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ സാധാരണ രീതിയിൽ തന്നെ റീക്യാപ്ചർ ബട്ടൺ ഇതേ രീതിയിൽ നീല നിറത്തിലാണ് കാണുന്നത് എങ്കിൽ നമുക്ക് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗുണഭോക്താവിൻ്റെ ഫേസ് റീക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു കൺസെൻറ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ FRS പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ആധാർ കാർഡിലുള്ള ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് ക്യാപ്ചർ ഫോട്ടോ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ക്യാമറ ഗുണഭോക്താവിൻ്റെ മുഖത്തിന് നേരെ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഗുണഭോക്താവിനോട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക, അഥവാ കണ്ണൊന്ന് ചിമ്മി തുറക്കാൻ പറയുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയി തന്നെ ഫോട്ടോ ഇതേ രീതിയിൽ ക്യാപ്ചർ ആയിട്ട് വരുന്നത് കാണാം. അല്പസമയത്തിനുള്ളിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതായത് KYC ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയും ക്യാപ്ചേർഡ് ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്യാപ്ചേർഡ് ഫോട്ടോ ശരിയായിട്ടില്ല എങ്കിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അഥവാ അത് ശരിയായിട്ടുണ്ട് എങ്കിൽ വലതുവശത്ത് കാണുന്ന വെരിഫൈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സക്സസ് സ്ക്രീൻ കാണുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഗുണഭോക്താക്കളുടെ ഫേസ് റീക്യാപ്ചറിങ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളൊരു ഗുണഭോക്താവിൻ്റെ ഫേസ് റീക്യാപ്ചർ ചെയ്താൽ ഉടനെ തന്നെ പുതിയ ഫോട്ടോ ഗുണഭോക്താവിൻ്റെ THRൻ്റെ ഫോമിൽ അപ്ഡേറ്റ് ആയിട്ട് വരത്തില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമോ അതല്ലെങ്കിൽ പരമാവധി 24 മണിക്കൂർ വരെയൊക്കെ സമയമെടുത്താണ് പുതിയ ഫോട്ടോ THRൻ്റെ ഫോമിൽ അപ്ഡേറ്റ് ആയിട്ട് വരികയുള്ളൂ. കൂടാതെ പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ബെനഫിഷ്യറി രജിസ്റ്റർ അതുപോലെ തന്നെ ഡെയിലി ട്രാക്കിംഗ് തുടങ്ങിയവയുടെ മുകളിലുള്ള റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.